നമസ്കാരം. കെ ശൈലജയുടെ പേരാവൂർ തോൽവി CPMന്റെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പുകയും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ അടുത്ത 2 ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റി യോഗവും നടക്കുകയാണ്. മട്ടന്നൂരിൽ നിന്നും ശൈലജയെ മാറ്റി പേരാവൂരിൽ അയച്ചത് ഒതുക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് CPMലെ ഒരു വലിയ വിഭാഗം ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. മട്ടന്നൂർ CPMന്റെ കോട്ടയാണ്. എന്നാൽ പേരാവൂർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ജയിച്ചു വന്ന സീറ്റാണ്. മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് അയച്ച ശൈലജ തോൽക്കുകയും ചെയ്തു. തളിപ്പറമ്പ്, പയ്യന്നൂർ, പേരാവൂർ തോൽവികൾ കണ്ണൂർ CPMൽ പുകഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ജില്ലാ കമ്മിറ്റി യോഗവും നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ CPMന്റെ പാർട്ടി കോട്ടകൾ ഒന്നാകെ നിലംപൊത്തിയിരുന്നു. CPMൽ വിമത ശബ്ദമുയർത്തിയ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ സീറ്റിൽ നിന്നും തളിപ്പറമ്പ് സീറ്റിൽ നിന്നും ജയിച്ചു വന്നത് CPMന് കടുത്ത ആഘാതമാണ്. ഈ തോൽവികൾ പുകയുമ്പോൾ തന്നെയാണ് പേരാവൂരിലെ തോൽവിയും സജീവ ചർച്ചയാക്കാൻ CPMലെ ഒരു വിഭാഗം ഒരുങ്ങുന്നത്. മട്ടന്നൂരിൽ CPMന്റെ VK സനോജ് തന്നെയാണ് ജയിച്ചത്. എന്നാൽ ജയം ഉറപ്പില്ലാത്ത പേരാവൂർ സീറ്റിൽ ശൈലജ തോൽക്കുകയും നിയമസഭ കാണാതെ പുറത്താവുകയും ചെയ്തു. കഴിഞ്ഞ 2 നിയമസഭകളിലും LDFലെ തിളക്കമുള്ള താരം തന്നെയായിരുന്നു ശൈലജ. 1ാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശോഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കുറി ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തി CPM തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് പാർട്ടിയിൽ നിന്നും ആവശ്യവും ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഉറച്ച വിജയം ലഭിക്കുന്ന മട്ടന്നൂർ സീറ്റിൽ നിന്നും വിജയസാധ്യത തീരെയില്ലാത്ത പേരാവൂരിലേക്ക് ശൈലജയെ മാറ്റിയത്. ഇത് പാർട്ടിയിൽ ചർച്ചയാവുകയും ശൈലജ തന്നെ ഈ വിഷയത്തിൽ എതിർപ്പുയർത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു. CPM നേതൃയോഗങ്ങളിൽ ശൈലജ ഈ വിഷയം ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. ഇക്കുറി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 35 സീറ്റിലാണ് ഇടതുമുന്നണി ഒതുങ്ങിപ്പോയത്. പിണറായിക്ക് പകരം ശൈലജയെ ഉയർത്തിക്കാട്ടിയിരുന്നെങ്കിൽ ഈ രീതിയിൽ കനത്ത തോൽവി ഒഴിവാക്കാമായിരുന്നുവെന്നാണ് CPMന്റെ ഉള്ളിലെ വിലയിരുത്തൽ. CPM PB യോഗത്തിലും ഈ രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് CPM തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലേക്ക് കടക്കുന്നതും. കണ്ണൂർ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ CPMൽ പുകയുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ശൈലജയുടെ മണ്ഡലം മാറ്റവും തോൽവിയും തന്നെയാകും.